ഗുഡ് മോർണിംഗ്. ഞങ്ങളിന്ന് 5th ഡേ അല്ലേ? 5th ഡേയിലോട്ട് കടന്നിരിക്കുകയാണ്. ഞങ്ങൾ പയ്യെ ഇന്ന് ഓടാന്ന് വിചാരിക്കുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഓടുമ്പോ ഇവിടെ നിറയെ പട്ടികളുണ്ട് കേട്ടോ, അവരും കൂടെ ഓടാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മളിവിടെ ഒരു മാരത്തൺ അങ്ങ് സൃഷ്ടിക്കും. ഇവിടുന്ന് ചുറ്റും ഞങ്ങൾ പട്ടികളെ കൊണ്ട് ഓടുന്നു. അതെ, പിന്നെ അവരൊക്കെ കമ്പനിയാണ്. ഇവിടെ നമ്മൾ സ്ഥിരം കാണുന്നോണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല. ഞങ്ങളൊക്കെ ഒരേ വേവ് ലെങ്താ. അങ്ങനെ പറയണ്ട. ഞങ്ങള് ഇന്ന് നേരത്തെയാ കണ്ടാ, പരവര വെളുക്കുന്നതേ ഉള്ളൂ. ഇന്ന് ഞങ്ങളൊരു 15 മിനിറ്റ് ഒക്കെ ലേറ്റ്. ഒരു 4:45 മുതൽ തുടങ്ങിയതാണ്. ഇറങ്ങിയപ്പോ ഒരു 5:50 ആയി. നാളെ ഇനി ഒരു 5:30 ആകുമ്പോ ഇറങ്ങണം. എന്തായാലും നമ്മളിന്ന് പയ്യെ നമ്മുടെ ഡേ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ്. അതെ, ഇന്നലെ ആണെങ്കിൽ ഭയങ്കര വിഷയദാരിദ്ര്യം വരുന്നു. അതെ, ഒന്നുമില്ല കോണ്ടന്റ് എന്ന് വിചാരിച്ചു. പക്ഷെ ഇന്നലെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു നോക്കിയപ്പോ. അതെ, ഞാനിപ്പോഴും ആ വീഡിയോ കണ്ടിട്ടില്ല. അത് വേറൊരു കാര്യം. നമ്മള് ഇങ്ങനെയൊക്കെ പോകുമ്പോ ഓരോന്നൊക്കെ അങ്ങ് തോന്നും. ഫോൺ കയ്യിൽ നിന്ന് എടുക്കാനേ തോന്നത്തില്ല. ഓരോന്ന് കാണുമ്പോ എല്ലാതെടുക്ക്, ഇതെടുക്ക് എന്ന് പറഞ്ഞ്. അതെ, അത് ഫോണിൽ കാണുമ്പോ തന്നെ അത്ര ഭംഗിയാണ്. നേരിൽ കാണുമ്പോ എന്തായിരിക്കും. അപ്പൊ എല്ലാരും കാണിക്കണമെന്ന് തോന്നും. അപ്പൊ ഞങ്ങൾ ഉടനെ ഫോൺ എടുക്കും. പിന്നെ ഞങ്ങൾ നടക്കത്തില്ല. ഇത് ചിലപ്പം നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ഒന്നും അല്ലായിരിക്കും. പക്ഷേ എന്നാലും ഞങ്ങൾക്ക് കാണുമ്പോ അത് നിങ്ങളെ കാണിക്കാൻ തോന്നും. അതെ, ഇതാണ് ഞങ്ങളുടെ വേളങ്ങാട്ട് അമ്പലം. അതെ, ഇതാണ് ഞങ്ങളുടെ വേളങ്ങാട്ട് അമ്പലം. ആ വെട്ടം കാണുന്നതാണ് ഞങ്ങളുടെ അമ്പലം. അതെ, ഞങ്ങളുടെ അമ്പലം എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്പലം. നമ്മുടെ അമ്പലം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ അമ്പലം. ആർക്കും വേണമെങ്കിലും പ്രാർത്ഥിക്കാമല്ലോ, അമ്പലമല്ലേ. പിന്നെന്തുവാ, ഇതാ സൂര്യൻ ഉദിച്ചു തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ചെറിയ വെട്ടമൊക്കെ വീണ് തുടങ്ങി. സൂര്യന് ലേറ്റാ, നമ്മൾ ലേറ്റാറുണ്ട് ആക്ച്വലി. അതെ, ഇപ്പൊ സൂര്യനെ ഒന്നും കാണുന്നില്ലല്ലോ. സൂര്യനെ ഞങ്ങളെ കാണുന്നു. സൂര്യൻ താമസിച്ച് വന്നാൽ മതി. ഇനി ഇവിടെ ചെറിയൊരു കനാൽ, എന്താ തോട്, അത് വരും ഇപ്പം. തോട് എവിടെ? തോട് ഇവിടെ. വരൂ, ഇങ്ങോട്ട് വരൂ. ഇവിടെ തോട്, ഇവിടെ ഒഴി. കളകളാരവം കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങളുടെ സ്വരം കേൾപ്പിക്കാഞ്ഞത്. ആ കളകളാരവം കേൾക്കാനായിട്ട്. കണ്ടോ, ഞങ്ങൾ ഇന്നത്തെ ജേർണി സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ ബൈ. ആഹാ, നിങ്ങളെല്ലാവരും കേട്ടില്ലേ എന്ത് രസമുണ്ട് രാവിലെ അമ്പലത്തിലെ ഇതൊക്കെ കേട്ടുകൊണ്ട് പോവാൻ. ഇപ്പോഴാണ് നേരം പുലർന്നു വരുന്നത്. നോക്കി, ഇപ്പോഴാണ് നേരം പുലർന്നത്. കണ്ട, ഇത്രയും നേരം ഞങ്ങൾ നടക്കുമായിരുന്നു. നേരം പരവരാ വെളുക്കുന്നു. അതെ, സമയം 6 മണിയായി. ശ്മശാനം അറിയാവോ? ശ്മശാനം. അതെ, മരിച്ചു കിടക്കുന്നവരേ ഉള്ളൂ ഞങ്ങൾക്ക് കൂട്ട്. നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ നടത്തത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വീട്ടിലേക്ക് എത്താൻ ഇനി ഏതാനും നിമിഷങ്ങൾ. എന്തെങ്കിലും ഇനി ഇന്ന് ഐശ്വര്യ മനസ്സിൽ വരുന്നുണ്ട്? പ്രത്യേകിച്ചൊന്നുമില്ല. ഹാവ് എ ഗുഡ് ഡേ. കിളികളൊക്കെ ഇറങ്ങി തുടങ്ങി. ഇന്നലെ ആണെങ്കിൽ ഭയങ്കര കിളികളുടെ ഒച്ചയൊക്കെ ആയിരുന്നു, നല്ല രസമായിരുന്നു. ഇന്നലെ അത് നാട്ടുംപുറം. അതെ, നാട്ടുംപുറം ഏരിയ ആയതുകൊണ്ട് അടിപൊളിയായിരുന്നു. നല്ല കിളികളുടെ ഒച്ച. എന്നാലും ഇവിടെ ഇച്ചിരി ജനവാസ ഏരിയ കൂടുതലുള്ളത് കൊണ്ട് ഇവിടെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ഏരിയ രാവിലെ ആൾക്കാർ. ഒറ്റമൈന അത് കാണാൻ പറ്റില്ല. അല്ല, നിങ്ങൾ രാവിലെ ഒറ്റമൈനെ കാണാത്തത് നല്ലതാ. 2 മൈനുണ്ടല്ലേ? ഒരു മൈന ഉള്ളപ്പോ നമ്മൾ എപ്പോഴും ആലോചിച്ചോണം ഒരു മൈന അവിടെ എവിടെയോ ഉണ്ട്, കണ്ടുപിടിക്കണം. അതെ, ഈ മൈന അല്ലെങ്കിൽ ഒറ്റ മൈനായിട്ട് നടക്കത്തില്ല. ഒറ്റ മൈനെ കണ്ടു കഴിഞ്ഞാൽ അടി കിട്ടും. അതെ, ആർക്കെങ്കിലും അങ്ങനെ കിട്ടിയിട്ടുണ്ടോ? എനിക്കങ്ങനെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഒന്ന് സംഭവിക്കും നമുക്ക് മനസ്സിൽ തന്നെ തോന്നും. കിട്ടുന്നോണ്ട് ഞാൻ മൈനെ കുറ്റം പറയാം. എനിക്ക് അതൊക്കെ തന്നെയായിരുന്നു. സ്കൂളിൽ പോകുമ്പോ ഒറ്റ മൈനെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓ ദൈവമേ ഇന്ന് ഹോംവർക്ക് ചെയ്യാത്തതിന് അടി കിട്ടിയെന്നെ. അതെ, അതായിരുന്നു എന്റെ അവസ്ഥ. അത് കണ്ടാലും കണ്ടില്ലേലും എനിക്ക് കിട്ടും.
എന്റെ അവസ്ഥ എന്തെങ്കിലും ചോദ്യം ചോദിക്കുമല്ലോ, ഉത്തരം പറയണല്ലോ, അതിന് വീട്ടിൽ ഇരുന്ന് പഠിക്കണമല്ലോ. നോ വേ, അടി കിട്ടാനുള്ളത് കിട്ടും. പിന്നെ ഞാൻ ട്വിൻസ് ആയതുകൊണ്ട് അവളെല്ലാം പഠിച്ചിട്ട് വരും, ഞാൻ എങ്ങനെ എന്താ പറയാൻ തപ്പിക്കൊണ്ട്. അന്നേ സാർ പറയും ഇവക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആണ് താല്പര്യം. എന്തോ ഒരു പുച്ഛമാ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന് പോകുന്ന പിള്ളേരോട്. അതെ, ഇങ്ങനെ ഓട്ടം ചാട്ടം ആട്ടവും പാട്ടവും എന്ന് പറഞ്ഞത് നടന്നാ മതി എന്ന് പറയും. എന്താ അത് കഴിവല്ലേ? അതെ, പഠിക്കാൻ ചിലർക്ക് കഴിവ് കാണും, ചിലർക്ക് സ്കിൽസ് ആയിരിക്കും. അതെ, ഈ അല്ലാതെ ഈ പുസ്തകം മാത്രം നോക്കിയിരുന്നിട്ട് എന്താ കാര്യം? പുസ്തകത്തിൽ നിന്ന് എന്തുവാ കിട്ടുന്നത്? തീറ്റ പഠിച്ചിട്ട് തീറ്റ കിട്ടാനുള്ള വകയുണ്ടോ അതിനകത്തില്ല.